प्यारे बच्चे नमस्ते। ओके देखिए, पिछले कक्षा में क्या बताया? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ അദാശയിലെ ആ വർക്കുകളൊക്കെ അല്ലേ, ആ റിപ്പോർട്ടുകൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മുടെ അസസ്മെന്റ് ടെസ്റ്റുകളൊക്കെ നടക്കുകയാണ്. അതൊക്കെ നിങ്ങളെല്ലാവരും എന്താണ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും, സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടാവും. സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസം നിങ്ങൾ തന്നെ അനുഭവിക്കും. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതാത് സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് ചെയ്യുക. അറിയാത്തുണ്ടെങ്കിൽ ചെയ്യേണ്ട, അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലാതെ അതിന് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഫുൾ മാർക്ക് വാങ്ങിയാൽ മതി. ആ രീതിയിൽ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പാഠഭാഗം തുടങ്ങാനുള്ള ഒരു കവിതയാണ് കേട്ടോ. കവിത पन्ने संख्या देखो, पन्ने संख्या 20 देखो, पेज नंबर 20। टूटा पहिया, टूटा पहिया। कवि धर्मवीर भारती। कवि कौन है? धर्मवीर भारती। ओके, टूटा पहिया का मतलब क्या था? बोलिए। टूटा पहिया, टूटा ब्रोकन ले, പൊട്ടിയ എന്നൊക്കെയുള്ള അർത്ഥമാണ്. पहिया का मतलब क्या था? पहिया വീൽ, ബ്രോക്കൺ വീലാണ് ഉദ്ദേശിക്കുന്നത്. പൊട്ടിയ ചക്രം, पहिയ വീൽ. ടൂട്ടാ पहिയ ബ്രോക്കൺ, ടു ബ്രേക്ക്, പൊട്ടിയതായിട്ടുള്ള ചക്രം, അതാണ് ടൂട്ടാ पहिയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. चित्र में देखो, चित्र में एक पहिया का चित्र है ले, चित्र में एक पहिया ले, एक पहिया क्या था? एक टूटा पहिया ले, ഒരു സൈഡ് മാത്രമില്ലാത്തൊരു ചക്രം അല്ലേ, പൊട്ടിയ ചക്രം. പൊട്ടിയ ചക്രം എന്താണ്, കറങ്ങോ? നോ അല്ലേ, കറങ്ങില്ല അല്ലേ. ഓക്കെ, ചക്രം എന്താണ് കറക്റ്റായിട്ട് തന്നെ വേണം, എന്നാലും എന്താണ് കറക്റ്റ് സ്പേസിൽ കറങ്ങുകയുള്ളൂ അല്ലേ. ഇവിടെ പൊട്ടിയ ചക്രമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് കറങ്ങില്ല അല്ലേ. ഓക്കെ, നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ പൊട്ടിയാൽ എന്താ ചെയ്യാറുള്ളത്? പൊട്ടിയാൽ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ എന്ത് നമ്മൾ വലിച്ചെറിയും അല്ലേ. ഇവിടെ വലിച്ചെറിയുന്നൊരു പ്രവണതയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ കവിത ഒന്ന് നോക്കട്ടോ. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए, कोई दुस्साहसी अभिमन्यु आकर गिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थित आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों को आश्रय। ओके, कविता सुनाए ना? ओके, देखो इस कविता में ब्रह्मास्त्र सुना है ना? ब्रह्मास्त्र, अक्षौहिणी सेना, अभिमन्यु अല്ലേ. ഓക്കെ, ഇത്ര വാക്കുകളൊക്കെ കേട്ടതാണ് അല്ലേ. अभिमन्यु कौन है? अभिमन्यु का पिता कौन? अभिमन्यु का माता कौन? अभिमन्यु का पिता कौन है? बोलिए, अभिमन्यु का पिता यस, ഓക്കെ, അർജുൻ അല്ലേ. അർജുൻ. അഭിമന്യുവിന്റെ മദർ ആരാണ്? അമ്മ ആരാണ്? അർജുനന്റെ ഏത് ഭാര്യയിലുള്ള മകനാണ് അഭിമന്യു? ഓക്കെ, സുഭദ്ര അല്ലെ, സുഭദ്രയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് ആര്? അഭിമന്യു അല്ലെ. അർജുനന്റെ സുഭദ്രയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് അഭിമന്യു. അർജുനന്റെ സുഭദ്രയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് അഭിമന്യു അല്ലേ. അഭിമന്യു ഇത് എന്താണ്, പുരാണ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് പറയുന്നത് അല്ലേ, ഉദ്ദേശിക്കുന്നത് അല്ലേ. ആര് തമ്മിലാണ് യുദ്ധമുണ്ടായത് മഹാഭാരതത്തിലെ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള അല്ലേ, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള തമ്മിലാണ് യുദ്ധമുണ്ടായത് അല്ലേ.
അതിലെന്താണ് അർജുനന്റെ അർജുനന്റെ ഭാര്യയായിട്ട് സുഭദ്രയിൽ ഉണ്ടായിട്ടുള്ള മകനാണ്, ഭാര്യ ജനിച്ചിട്ടുള്ള പുത്രനാണ് അഭിമന്യു. അഭിമന്യു എന്ത് ചെയ്തു? തൻ്റെ അച്ഛനായിട്ടുള്ള അർജുനനിൽ നിന്ന് എന്ത് ചെയ്തു? ആയുധാഭ്യാസങ്ങളൊക്കെ എന്ത് ചെയ്തു? ആയുധാഭ്യാസം ചെയ്തിട്ട് എന്ത് ചെയ്തു? കൗരവരും പാണ്ഡവരും എന്ത് ചെയ്തു? യുദ്ധം തുടങ്ങി. അഭിമന്യു എന്താണ്? ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു? ആ ചക്രവ്യൂഹത്തിൽ അഭിമന്യു എന്ത് ചെയ്തു? ശത്രുക്കളുടെ എന്താണ് ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു. ചക്രവ്യൂഹം എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അഭിമന്യു എന്ത് ചെയ്തു? ആ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് എന്ത് ചെയ്തു? ശത്രു സൈന്യത്തിന് എന്ത് ചെയ്തു? കുറേ നാശങ്ങളൊക്കെ സംഭവിച്ചു വരുത്തി. ആ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ദുശാസന കുമാരൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള ഗദ എന്നറിയില്ലേ? ഹനുമാന്റെ കയ്യിലൊക്കെ ഉള്ള ഗദ കണ്ടിട്ടില്ലേ? ദുശാസന കുമാരൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള ഗദ കൊണ്ട് എന്ത് ചെയ്തു? അടി കൊണ്ടിട്ടാണ് ആര് മരിച്ചത്? അഭിമന്യു. അടി കൊണ്ടിട്ട് എന്ത് ചെയ്തു? മരിച്ചു. അഭിമന്യു ദുശാസന കുമാരൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള ഗദ കൊണ്ട് അടി ലഭിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ കിടന്ന് ആ ചക്രവ്യൂഹത്തിൻ്റെ അകത്തളത്തിൽ കിടന്ന് മരിച്ചു. അതാണ് പുരാണ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഈ ബാലരമയുടെ കൂടെയൊക്കെ ബാലരമ അമർചിത്രകഥ ഒക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭിമന്യുവിനെ കുറിച്ച് ചെറിയൊരു രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അഭിമന്യുവിൻ്റെ അച്ഛനാരാണ്? അർജുനന് 2 ഭാര്യമാരുണ്ടായിരുന്നില്ലേ? അർജുനൻ്റെ സുഭദ്രയിലുണ്ടായിട്ടുള്ള മകനാണ് ആര്? അഭിമന്യു. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിലൊന്ന് പറഞ്ഞല്ലേ. പിന്നെന്ത് ചെയ്യുന്നു? പിന്നെ നമ്മൾ പറയുന്നത് അവനെ എവിടെ കുടുങ്ങിയിട്ട് ആ ചക്രവ്യൂഹം ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? റൗണ്ട് വട്ടത്തിലുള്ളതാണ്. മനുഷ്യ സൈനിക വലയമാണ് ഉദ്ദേശിക്കുന്നത്. സൈനികരെ കൊണ്ട് എന്താണ് ഒരു ചക്രത്തിന്റെ ആകൃതിയിൽ റൗണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലിയൊരു രക്ഷാകവചം ഉണ്ടാകുന്നു അതിനെന്താണ്? ഭേദിക്കുക എന്നുള്ളത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ആ ചക്രവ്യൂഹത്തെ ഭേദിക്കുക എന്നുള്ളത് നമ്മുടെ അർജുനന് മാത്രമേ അറിയുള്ളൂ. അർജുനന് അതിൻ്റെ എന്താണ്? പ്രവേശന കവാടം ഒരു വഴിയിലും അതിൽ തിരിച്ചു പോകുന്നത് വേറെ വഴിയാണ് അങ്ങനെ എന്താ ഇവിടെ പിതാമഹന്മാരുടെ വാക്കുകളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ അഭിമന്യു എന്ത് ചെയ്യുന്നു? ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിച്ചു അവന് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിച്ചു. അവനെന്താണ്? അവനെ എല്ലാവരും എതിർത്തു. നിനക്ക് കഴിയില്ല, നീ ചെറിയ കുട്ടിയാണ് ആ സമയം അവന് ഒരു 17 വയസ്സായിരുന്നുള്ളൂ. ആ ഒരു സമയം എന്ത് ചെയ്യുന്നു? അവന് അതിലേക്ക് പോർക്കളത്തിൽ പോയിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് പ്രവേശിച്ചു തിരിച്ചു പോരാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ചക്രവ്യൂഹത്തിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? ശത്രു സൈന്യത്തിൻ്റെ ദുശാസന കുമാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗദ കൊണ്ട് അടി കിട്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവന് അവിടെ കിടന്ന് മരിച്ചത് ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പാഠഭാഗത്ത് പറയുന്നത് ബ്രഹ്മാസ്ത്രം ഇതൊക്കെ ഇനി കവിത പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒന്നും കൂടെ പറഞ്ഞു തരുന്നത് കവിത ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെന്താണ്? ബ്രഹ്മശിരോസ്ത്രം എന്ന് പറയും. ബ്രഹ്മശിരോസ്ത്രം എന്നും ഈ ബ്രഹ്മാസ്ത്രത്തിന് പറയാറുണ്ട്. ഈ അസ്ത്രം എന്താണ്? അഗസ്ത്യന് ശിവനിൽ നിന്ന് കിട്ടിയതാണ്. അഗസ്ത്യന് എന്ന ആൾക്ക് എന്താണ്? ശിവനിൽ നിന്ന് കിട്ടിയതായിട്ടുള്ളതാണ് ബ്രഹ്മാസ്ത്രം. അഗസ്ത്യൻ ഇതിനെന്താണ്? അഗ്നിവേശനും ആയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അഗ്നിവേശൻ എന്ത് ചെയ്യുന്നു? ദ്രോണർക്കും ദ്രോണർ അർജുനനും കൈമാറ്റം ചെയ്തു. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ കൈമാറ്റം നമ്മളറിയില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പറഞ്ഞാൽ സ്വത്തുക്കളൊക്കെ അനന്തരാവകാശമായിട്ട് കിട്ടുന്നതാണ് സ്വത്തുക്കളുടെ. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്താണ്? അച്ഛനെന്താണ്? അവൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടും അവൻ്റെ അച്ഛൻ അവനിങ്ങനെ കിട്ടുമല്ലേ? നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്ക് കൊടുക്കും. നമ്മുടെ മക്കൾ അവരുടെ മക്കൾക്ക് കൊടുക്കും. അതുപോലെ എന്താണ് ഇവിടെയും എന്താണ്? അഗ്നിവേശൻ എന്താണ്? ദ്രോണർ അർജുനന് കൈമാറ്റം ചെയ്തതായിരുന്നു ഇതൊക്കെ എന്താണ്? മഹാഭാരതത്തിലെ ആദിപർവ്വം 137-ാം പേജിൽ ഇതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് എന്തായിരുന്നു? ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് അസ്ത്രം അമ്പും അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് പറയുന്ന അക്ഷൗഹിണി സേന അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നുണ്ട്. അക്ഷൗഹിണി സൈന്യം കവിതയിൽ പറയുന്നുണ്ട്. അക്ഷൗഹിണി സേനാകുമ്പോൾ ചുനൗത്തി ദേത്താവുക ചുനൗത്തി ചലഞ്ച് വെല്ലുവിളി അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നുണ്ട് അതെന്താണ്? മഹാഭാരതത്തിൽ എന്താണ്? അതും എന്ത് ചെയ്യുന്നു? മഹാഭാരതത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് 19 മുതൽ എന്താണ് 26-ാം അധ്യായം വരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പദ്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അതെന്താണ്? വലിയൊരു സൈന്യ വിഭാഗമാണ് അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ. വലിയൊരു സൈനിക വിഭാഗമാണ് അക്ഷൗഹിണി സേന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏകദേശം എന്താണ്? അക്ഷൗഹിണി സൈന്യങ്ങളെ 21,870ഓളം എന്ത് ചെയ്യുന്നുണ്ട്? 21,870ഓളം രഥങ്ങളുണ്ട്. രഥം അറിയില്ല? യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന രഥങ്ങളും അതുപോലെ തന്നെ എന്താണ്?
അത്രയും തന്നെ ആനകളും ഉണ്ട് അല്ലെ. അത്രയും ആനകൾ, ആ 21,870 രഥങ്ങളും അത്രയും ആനകളും അടങ്ങിയിട്ടുള്ളതാണ് എന്തെന്ന് ആ അശോകണി സൈന്യം. അതോട് കഴിഞ്ഞോ? തീർന്നില്ല. ശേഷം പറയുന്നുണ്ട് അല്ലെ. ഏകദേശം കുതിരകൾ എത്ര ഉണ്ട്? 65,610 കുതിരകൾ. 65,610 കുതിരകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1,93,050 അല്ലെ. 50ഓളം എന്തുണ്ട്? അത്രയും കാലാൾ അല്ലെ, കാലാൾപ്പടകൾ അല്ലെ. 1,00,000 ഏകദേശം 2,00,000 അടുത്തോളം എന്താണ് കാലാൾപ്പടയും ഉണ്ട്. അത്രയും വലിയ സൈന്യമാണ് അശോകണി സൈന്യം അല്ലെ. അശോകണി സേന എന്ന് പറയുന്നത് അല്ലെ. അത്രയും വലിയ സൈന്യങ്ങൾ. ഇതൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് അഭിമന്യു ആരാണെന്ന് പറഞ്ഞു, ചക്രവ്യൂഹ് പറഞ്ഞു, ബ്രഹ്മാസ്ത്ര പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു അശോകണി സേന അല്ലെ. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് വിശദീകരിച്ചു അല്ലെ. ഇതെല്ലാം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഓക്കെ. ഇനി നമ്മുടെ കവിതയിലോട്ട് പോകണം കേട്ടോ. ओके टूटा पहिया ले, टूटा पहिया का कवि कौन है बताइए? यस, धर्मवीर भारती ले, टूटा पहिया का कवि धर्मवीर भारती। मैं दिल का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अश्वनी सेनाओं का चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए। ओके, मैं रथ का टूटा हुआ पहिया हूँ। मैं ഇവിടെ ചക്രം പറയണം. मैं रथ का टूटा हुआ पहिया हूँ. मैं का मतलब मैं വീല് ചക്രം അല്ലേ, പഹിയാണ് ഉദ്ദേശിച്ചത്. मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ എന്താണ് रथ का टूटा हुआ पहिया हूँ. രഥത്തിൽ എന്താണ് टूटा हुआ पहिया हूँ. टूटा हुआ पहिया हूँ. टूटा broken അല്ലേ. ഞാൻ എന്താണ് രഥത്തിലെ പൊട്ടിയ ചക്രമാകുന്നു. ഞാൻ രഥത്തിലെ പൊട്ടിയ ചക്രമാകുന്നു. टूटा हुआ मुझे फेंको मत ले, मुझे फेंको मत. നിങ്ങൾ എന്നെ എന്ത് ചെയ്ത് फेंको मत, फेंको ത്രോ അല്ലേ, വലിച്ചെറിയുക. നിങ്ങൾ എന്നെ എന്ത് ചെയ്ത് फेंको मत, മത്ത് ഞാൻ എന്നതാണ് അല്ലേ. എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഞാൻ രഥത്തിലെ പൊട്ടിയ ചക്രമാണ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത് വലിച്ചെറിയരുത് അല്ലേ. ചക്രം പറയണമേ रथ का टूटा हुआ पहिया हूं, मैं रथ का टूटा हुआ पहिया हूं, मुझे फेंको मत അല്ലേ. मुझे फेंको मत फेंको, എന്നെ എന്ത് ചെയ്ത് വലിച്ചെറിയരുത്. क्या जाने कब इस दुरूह चक्रव्यूह में अश्वनी सेनाओं को चुनौती देता हुआ, क्या जाने क्या जाने എന്തുകൊണ്ടെന്നോ കബ് എപ്പോൾ മുതലാണ്, क्या जाने कब इस दुरूह चक्रव्यूह में, इस दुरूह चक्रव्यूह में, दुरूह चक्रव्यूह में ദുരൂഹമായിട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ദുരൂഹ നമ്മളറിയില്ലേ. ദുരൂഹമായിട്ടുള്ള ആ മരണം ദുരൂഹ മരണമാണെന്ന് പറയും അല്ലേ. ദുരൂഹ മരണം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അയാൾ താനെ മരിച്ചതാണോ അതുപോലെ കൊലപാതകമാണോ അങ്ങനെയുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ സൂയിസൈഡ് ആണോ എന്നുള്ള ആ ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ദുരൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ദുരൂഹ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ദുരൂഹ ചക്രവ്യൂഹമേ അല്ലേ. ദുരൂഹ ചക്രവ്യൂഹത്തിൽ എന്ത് ചെയ്യുന്നു? दुरूह चक्रव्यूह में अश्वनी सेनाओं का चुनौती देता हुआ अल्ले. अश्वनी सेनाओं का दुरूह चक्रव्यूह में ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചക്രവ്യൂഹം അല്ലേ. മനസ്സിലായോ ചക്രവ്യൂഹം? ഞാൻ പറഞ്ഞു ആ ചക്രവ്യൂഹത്തെ ഭേദിക്കുക എന്നുള്ളത് ആർക്കാ മാത്രമേ കഴിയുള്ളൂ? അഭിമന്യുവിന്റെ അച്ഛനായിട്ടുള്ള അർജുനന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള ചക്രവ്യൂഹത്തെയാണ് ഈ ചെറിയതായിട്ടുള്ള പയ്യനായിട്ടുള്ള ആരെ അഭിമന്യു ഭേദിക്കാൻ പോയിട്ടുള്ളത് അല്ലേ. പിതാമഹന്മാരൊക്കെ പറഞ്ഞു നിനക്ക് കഴിയില്ല, ഈ കുട്ടിയാണ് അല്ലേ, നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? ആ ചക്രവ്യൂഹം ഭേദിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോയതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ദുരൂഹ ചക്രവ്യൂഹം അല്ലേ. ആ ദുരൂഹമായിട്ടുള്ള ചക്രവ്യൂഹത്തെ എന്ത് ചെയ്യുന്നു? ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേനാവൊക്ക, അക്ഷൗഹിണി സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? മറു സൈന്യങ്ങൾക്ക് അല്ലേ, മറു സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പാണ്ഡവരും കൗരവരും തമ്മിലാണ് യുദ്ധം അല്ലേ. അവരുടെ അഭിമന്യുവിന്റെ മറു സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യും? അക്ഷൗഹിണി സേനാവൊക്ക ചുനൗത്തി നേതാവുക. അക്ഷൗഹിണി സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ചുനൗത്തി ചലഞ്ച് അല്ലേ, ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് അക്ഷൗഹിണി സൈന്യങ്ങൾക്ക് എന്താണ്? ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് ചുനൗത്തി നേതാവുക. അവർക്കൊരു വെല്ലുവിളി ആയിക്കൊണ്ട് എന്ത് ചെയ്തു? कोई दुस्साहसी अभिमन्यु आकर गिर जाए അല്ലേ. कोई दुस्साहसी अभिमन्यു ആക്കാൻ ഒരു ഇരട്ട സാഹസമുള്ളതായിട്ടുള്ള അഭിമന്യു ആക്കാൻ അല്ലേ. അഭിമന്യു വന്നിട്ട് എന്ത് ചെയ്തു? ഗിർ ജായെ, അതിനെന്ത് ചെയ്തു? ഗിർ ജായെ വലയം ചെയ്തു. അഭിമന്യു ആക്കാൻ ഗിർ ജായെ, അഭിമന്യു വന്നിട്ട് എന്ത് ചെയ്തു?
അതിനെ വലയം ചെയ്തു. ഈ ദുസ്സാഹസി അഭിമന്യു ആക്കാൻ ഗിർജായ ഈ രക്തസാഹസമുള്ള അഭിമന്യു വന്നിട്ട് എന്ത് ചെയ്തു? ഗിർജായ അതിനെ വലയം ചെയ്തു. അല്ലേ, ആ യുദ്ധത്തെ എന്ത് ചെയ്തു? അതിനെ വലയം ചെയ്തു. ദുസ്സാഹസി അഭിമന്യു ആക്കാൻ ഗിർജായ ഈ രക്തസാഹസമുള്ള അഭിമന്യു വന്നിട്ട് എന്ത് ചെയ്തു? അതിനെ വലയം ചെയ്തു. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ രഥം പറയണത്, രഥത്തിലെ പറയണ ചക്രം പറയണേ രഥിക്ക ടൂട്ടാവുക പയ്യാവും. അല്ലേ, എന്നെന്താണ്? ആ പൊട്ടിയ ചക്രമാണ്, അതുകൊണ്ട് എന്നെ വലിച്ചെറിയരുത്. അല്ലേ, സാധാരണ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള പായ്വസ്തുക്കളൊക്കെ എന്താണ് നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അല്ലേ, ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. അല്ലേ, ഇപ്പം എന്ത് പായ്വസ്തുക്കൾ കിട്ടിയാലും എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മളെന്താണ് വല്ല കരകൗശല വസ്തുക്കൾ, അല്ലെ അലങ്കാര വസ്തുക്കൾ, ഷോക്കേസിലൊക്കെ വെക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെ പല പേപ്പറുകളെ കൊണ്ടും അതുപോലെ എന്താണ് നമ്മൾ ഒഴിവാക്കുന്ന അല്ലേ എന്ത് വേസ്റ്റ്, മുട്ടത്തോടാവട്ടെ അല്ലെങ്കിൽ എന്താണ് പിസ്തയുടെ തോട്, അല്ലേ അതൊക്കെ കൊണ്ട് എന്താണ് ഡിസൈൻ ചെയ്യും. അല്ലേ, ഇന്നെന്താണ് എല്ലാവരും അത്തരം കാര്യങ്ങളാണ്. അല്ലേ, പിന്നെ പല ബോട്ടിൽ ഡിസൈനിങ്, അല്ലേ കുപ്പികളിലൊക്കെ ഡിസൈൻ ചെയ്യുക, അല്ലെ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ എല്ലാവരും എന്താണ് ശ്രദ്ധ ചെലുക്കുന്നത്. അല്ലേ, ഇന്നിപ്പോൾ ഒന്നും വലിച്ചെറിയാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ലേ, നേരെ എന്താണ് നിങ്ങളെ ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ കളയുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അവിടെ എന്താണ് ഞാൻ ചക്രം പൊട്ടിയതാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. അല്ലേ, അതുകൊണ്ട് ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരു നിലയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങളെ എന്നെ കൊണ്ട് ഉപകരിക്കും എന്ന് പറയണം. അല്ലെങ്കിൽ മുझे फेंको मत क्या जाने कब. അല്ലേ, നിങ്ങൾക്ക് എപ്പോഴാണോ ഏത് സമയമാണോ എന്ന് അറിയില്ല. ഗുരു ചക്രവ്യൂഹമേ ഈ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ചക്രവ്യൂഹത്തിൽ എന്ത് ചെയ്യുന്നു? അശൗഹിണി സേനാവർക്ക് ചുനൗത്തി ദേത്താവുക. അല്ലേ, അശൗഹിണി സൈന്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ചുനൗത്തി ദേത്താവുക, ഒരു വെല്ലുവിളി ആയിക്കൊണ്ട്. അശൗഹിണി സൈന്യങ്ങൾക്ക് ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് എന്ത് ചെയ്തു? ചുനൗത്തി ദേത്താവുക. ദുസ്സാഹസി അഭിമന്യു, അല്ലേ അവർക്കൊരു വെല്ലുവിളി ആയിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു ചലഞ്ച് ആയിക്കൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ ആറ് ഓടി വന്നു. അഭിമന്യു ഗിർജായ അഭിമന്യു എന്ത് ചെയ്തു? ഗിർജായ ഗിർണ വലയം ചെയ്യുക. ഗിർണ പാള എന്നുള്ളത് അത് മറ്റേ കായാണ്, ഗണിത് എന്ന കായാണ് ഗിർണ. പാള വീഴുക എന്നുള്ള അർത്ഥം. ഇവിടെ ഗിർണ എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ലൈൻസ് നോക്കിയോ. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थित आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहा, तब मैं रथ का टूटा हुआ पहिया हूँ, उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ओके, अपने पक्ष को असत्य जानते हुए भी, अपने पक्ष को സ്വന്തം പക്ഷത്തെ, അല്ലെ സ്വന്തം സൈനിക പക്ഷത്തെ എന്ത് അസത്യ ജാനത്തെ ഉയബി, झूठे जानते हुए भी അസത്യ झूठे കള്ളം, അല്ലെ അസത്യ जानते हुए भी സ്വന്തം പക്ഷത്തെ എന്ത് ചെയ്യുന്നു? അസത്യ जानते हुए भी അസത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നു? പടേ പടേ മഹാരഥി, പടേ പടേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാര്, ശോഷക വർഗം, അല്ലേ ചൂഷണ വർഗം, അല്ലേ ശോഷക പടേ പടേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ എന്ത് ചെയ്യുന്നു? अकेली निहत्थित आवाज को, अकेली अकेला एलो तलिए अकेली निहत्थित आवाज को, അല്ലേ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? നിഹത്തിത ആവാസ് കോ, നിഹത്തിത് നിരായുധ, അല്ലേ ആയുധങ്ങളൊന്നുമില്ലാതെ. അക്കേലി നിഹത്തിത ആവാസ് കോ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? ആയുധങ്ങളൊന്നുമില്ലാതെ നിഹത്തിത ആവാസ് കോ अपने ब्रह्मास्त्रों से कुचल देने चाहे, अपने ब्रह्मास्त्रों से തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? കുചൽ ദേന ചാഹ, अपने ब्रह्मास्त्रों से കുചൽ ദേന ചാഹ തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? കുചൽ ദേന ചാഹ, അല്ലേ ചവിട്ടി മതിക്കാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? കുചൽ ദേന ചാഹ, അല്ലേ ചവിട്ടി മതിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒഴിവാക്കുകയാണ്. अपने ब्रह्मास्त्रों से കുചൽ ദേന ചാഹ തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? കുചൽ ദേന ചാഹ ചവിട്ടി മതിക്കാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുകയാണ്. തബ് അപ്പോൾ എന്താണ്? മേ രഥിക്ക ടൂട്ടാവുക പയ്യാവും, ഞാൻ എന്ത് ചെയ്യുന്നു? രഥത്തിലെ പൊട്ടിയ ചക്രം എന്നെ കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകും, അതാണ് ഉദ്ദേശിക്കുന്നത്. തബ് മേ രഥിക്ക ടൂട്ടാവുക പയ്യാവും. തബ് അപ്പോൾ എന്താണ്? ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമായിട്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. ഉസ്കെ हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ, उसके हाथों में അവൻ്റെ കൈകളാൽ, അതിൻ്റെ കൈകളാൽ എന്ത് ചെയ്യുന്നു? उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ, ब्रह्मास्त्रത്തെ എന്ത് ചെയ്യുന്നു? ലോഹ ലേ सकता हूँ. ലോഹ ലേന എതിരിടുക, അല്ലേ ലോഹ ലേന മതലബ് എതിരിടുക. ലോഹ ലേ सकता हूँ അതിനെന്ത് ചെയ്യും? നിങ്ങൾക്ക് എതിരിടാൻ സാധിക്കും, കഴിയും.
अपने पक्ष को असत्य जानते हुए भी अपने पक्ष को സ്വന്തം പക്ഷത്തെ എന്ത് ചെയ്യുന്നു അസത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അല്ലെ സ്വന്തം പക്ഷത്തെ അസത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നു अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी അല്ലെ വലിയ വലിയ മഹാരഥന്മാർ എന്ത് ചെയ്യുന്നു अकेली निहत्तित आवास को अकेली अकेला എല്ലോ ഒട്ടലിയെ अकेली निहत्तित आवास को ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു നിഹത്തിത് നിരായുധരായിക്കൊണ്ട് അല്ലെ ആയുധങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നു अपने ब्रह्मास्त्रों से कुचल देना चाहा तൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു ചവിട്ടി മതിക്കാൻ കുചൽ ദേന ചാഹ അല്ലെ ചവിട്ടി മതിക്കാൻ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു തബ് അപ്പോൾ എന്ത് ചെയ്യുന്നു മേരക്ക ടൂട്ടാവുക പയ്യോ ഞാൻ രഥത്തിൽ എന്താണ് പൊട്ടിയ ചക്രമായിട്ട് എന്ത് ചെയ്യുന്നു മേരക്ക ടൂട്ടാവുക പയ്യാവും ഞാൻ രഥത്തിൽ എന്താണ് ചക്രമായിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ വരുന്നു അല്ലേ ഓക്കെ उसके हाथ में ब्रह्मास्त्र और मैं रिदका नेक्स्ट लाइन मैं रिदका टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों को आश्रय ले ओके तब मैं रिदका टूटा उसके हाथों में അവരുടെ കൈകളാൽ എന്ത് ചെയ്യുന്നു ബ്രഹ്മാസ്ത്രം से लोहा ले सकता हूँ मैं रिदका टूटा हूँ അയ്യോ ഞാൻ എന്താണ് രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാവുന്നു मैं രഥക്ക टूटा हुआ പയ്യാവും ലേക്കിൻ മുझे फेंको मत लेकिन बात मुझे फेंको मत നിങ്ങൾ എന്ത് ചെയ്ത് फेंको मत നിങ്ങൾ എന്നെ വലിച്ചെറിയരുത് लेकिन मुझे फेंको मत നിങ്ങൾ എന്നെ വലിച്ചെറിയരുത് इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों को आश्रय ले इतिहासों की सामूहिक गति ഇതിഹാസ ഹിസ്റ്ററി ചരിത്രം ഇതിഹാസവും സാമൂഹിക ഗതി അല്ലേ ചരിത്രത്തിൻ്റെ എന്ത് ചെയ്യുന്നു സാമൂഹികമായിട്ടുള്ള എന്താണ് ഗതി ഒഴുക്ക് എന്ത് ചെയ്യുന്നു ഇതിഹാസവും സാമൂഹിക ഗതി സാഹസ ചൂട്ടി പഠിച്ചാനേപ്പ സാഹസ സഡൻലി പെട്ടെന്ന് സാഹസ സഡൻലി പെട്ടെന്ന് സാഹസ ചൂട്ടി പഠിച്ചാനേപ്പ ജൂട്ട കള്ളത്തരം അല്ലേ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ജൂട്ടി പഠിച്ചാനേപ്പ കള്ളത്തരമാകുന്ന സമയം എന്ത് ചെയ്യുന്നു ക്യാ ജാന എന്തുകൊണ്ട് അറിയില്ല സച്ചായി ടൂട്ടെ ഉയെ പയ്യോക്കോ ആശ്രയില്ല സച്ചായി അല്ലേ സച്ചായി ഓണസ്റ്റി സത്യസന്ധത സച്ചായി ടൂട്ടെ ഉയെ പയ്യോക്കോ ആശ്രയില്ല പൊട്ടിയ ചക്രത്തെ എന്ത് ചെയ്യുന്നു ആശ്രയില്ല അത് ആശ്രയിക്കും സച്ച ടൂട്ടെ പയ്യോക്കോ ആശ്രയില്ല സച്ചായി ടൂട്ടെ ഉയെ പയ്യോക്കോ ആശ്രയില്ല ആ സത്യസന്ധത എന്ത് ചെയ്യും പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കും ഓക്കെ മനസ്സിലായോ വേണ്ട ഒന്നുകൂടെ പറയുന്നു അത് കേട്ടോ നമുക്ക് मैं रिदका टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत ഇതിഹാസവും സാമൂഹിക ഗതി ഇതിഹാസ ഹിസ്റ്ററി ചരിത്രം അല്ലേ ഇതിഹാസവും സാമൂഹിക ഗതി ചരിത്രത്തിൻ്റെ എന്തായിരുന്നു സാമൂഹിക ഗതി അല്ലേ സാമൂഹികമായിട്ടുള്ള ഒഴുക്കുകൾ എന്തായിരുന്നു സഹസ ജൂട്ടി പഠിച്ചാനേപ്പ സഹസ സഡൻലി പെട്ടെന്ന് എന്തായിരുന്നു ജൂട്ടി പഠിച്ചാനേപ്പ അല്ലേ ജൂട്ടി പഠിച്ചാനേപ്പ കള്ളത്തരമാകുമ്പോൾ എന്തായിരുന്നു ക്യാ ജാനെ അറിയില്ല സച്ചായി ടൂട്ടെ ഉയെ പയ്യോക്ക് ആശ്രയിക്കും പൊട്ടിയ ചക്രത്തെ അല്ലേ സത്യസന്ധത എന്ത് ചെയ്യും പൊട്ടിയ ചക്രത്തെ എന്ത് ചെയ്യും ആശ്രയിക്കും അല്ലേ സത്യസന്ധത എന്ത് ചെയ്യും പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കും അല്ലേ അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പൊട്ടിയ ചക്രം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സമയം എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉപകരിക്കും അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത് അല്ലേ അതിനെ അതുകൊണ്ടാണ് അല്ലേ മഹാഭാരതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അനേകമായിട്ടുള്ള വീരയോദ്ധാക്കൾ എന്താണ് അധർമ്മത്തെ പക്ഷത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ നിർബന്ധിതമായിട്ടുള്ള അധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിനല്ല അധർമ്മത്തിന് വേണ്ടിയിട്ട് എന്താണ് യുദ്ധം ചെയ്യാൻ അവർ നിർബന്ധിതമായി വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ എന്താണ് അർജുനന്റെ വീരപുത്രനായിട്ടുള്ള അഭിമന്യു എന്താണ് അധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന വീരയോദ്ധാക്കൾക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവനും ഇറങ്ങിയത് അല്ലെ അധർമ്മത്തിന് എതിരെ പോരാടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ അഭിമന്യു അല്ലെ രക്തസാക്ഷിയായിട്ടുള്ള അഭിമന്യു ഓക്കെ അത്തരം കാര്യങ്ങളാണ് പറയുന്നത് കവിത നന്നായിട്ട് വായിച്ചു നോക്കുക മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അത്തരം കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ എക്സാമിൻ്റെ ഈ ടെസ്റ്റിൻ്റെ ഇടയിലായതുകൊണ്ട് ഞാൻ ഹോംവർക്ക് ഒന്നും തരുന്നില്ല നിങ്ങൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ മീനിങ്സ് അല്ലേ മീനിങ്സ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങളെ നോട്ടിലേക്ക് എഴുതുക ഇതുവരെയുള്ള നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ആവണം അല്ലേ പരീക്ഷ അല്ലേ എത്രത്തോളം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമ്മളെ ഈ ക്ലാസ് വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ആ പരീക്ഷ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എല്ലാ പരീക്ഷയും 10th എന്നുള്ളൊരു ബോധം വീണ്ടും നിങ്ങൾക്കൊന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ